പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ വർഷങ്ങളായി തുടരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടതായി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ വർഷങ്ങളായി തുടരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടതായി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ ആരോപിച്ചു. പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രത്യേക കൗൺസിൽ യോഗം ചേർന്ന വിഷയം ചർച്ച ചെയ്തെങ്കിലും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് രാജൻ എന്ന വ്യക്തിക്കുണ്ടായ അപകടമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെരുവുനായയുടെ ശല്യം തുടങ്ങിയിട്ട് കാലങ്ങളായി. അത് ക്ഷമയുടെ നെല്ലിപ്പടിയും കൂടി കഴിഞ്ഞിരിക്കുക. ഈ വിഷയത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനുവേണ്ടി മാത്രം ചർച്ച ചെയ്യാൻ മുനിസിപ്പാലിറ്റി കൗൺസിൽ കൂടുകയും ചർച്ച ചെയ്യുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതല്ലാതെ തെരുവുനായകളെ പിടിക്കാൻ വേണ്ടി അതിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയും മുനിസിപ്പാലിറ്റി എടുത്തിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ന് രാജൻ എന്നൊരു വ്യക്തി, ഷൊർണൂർ കാരക്കാടുള്ള പാലാട്ട് രാജൻ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ വന്ന് നായ കുറുകെ ചാടി പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുക. അപകടത്തെ തുടർന്ന് രാജനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആശുപത്രി പരിസരം തെരുവുനായകളാൽ നിറഞ്ഞ നിലയിലായിരുന്നുവെന്ന് വേണുഗോപാൽ പറഞ്ഞു. നഗരത്തിലെ റോഡുകളിലൂടെ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുമെന്ന് ആവർത്തിച്ചു പറയുന്നതല്ലാതെ ഒറ്റപ്പാലം നഗരസഭയുടെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഹോസ്പിറ്റലിന്റെ പരിസരങ്ങൾ തന്നെ നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. റോഡിൽ വാഹനങ്ങളിലൂടെയോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടാമെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറയുകയല്ലാതെ അത് പരിഹരിക്കാൻ വേണ്ടി ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭാഗത്തു നിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന സമീപനമാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നും തെരുവുനായ ശല്യത്തിന് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. വിഷയത്തെ രാഷ്ട്രീയമായി കാണാതെ ജനങ്ങളുടെ ജീവനും സുരക്ഷയും മുൻനിർത്തി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് BJPയുടെ ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി പെരുമാറുന്നത്. അടിയന്തരമായി ഇത്തരം കാര്യങ്ങളിൽ മുനിസിപ്പാലിറ്റി ഇടപെടലുകൾ വേണം. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇതൊരു രാഷ്ട്രീയമായ വിഷയമായി കാണാതെ അത് ജനങ്ങളുടെ ജീവൻ്റെയും അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായി കണ്ടുകൊണ്ട് ഇത്തരം തെരുവുനായ്ക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിടിച്ച് അതിന് ഷെൽട്ടറിലാക്കുകയോ അല്ലെങ്കിൽ ദയാവധത്തിനൊക്കെ ഇപ്പോൾ ഓപ്ഷനുണ്ട്. അതിന് വേണ്ടതായുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട നഗരമാണ്. ഈ നഗരത്തിലെ റോഡുകളും തകർന്നു കിടക്കുന്നു. ഉള്ള റോഡിലൂടെ പേടിച്ചു പോകുന്ന സമയത്ത് നായൊക്കെ തട്ടിക്കൊണ്ട് വാഹനത്തിൽ നിന്ന് വീഴുക എന്ന് പറയുന്നത് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു.